ഹായ് എവരിവൺ, എല്ലാവർക്കും എൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് കുറച്ച് ഫ്ലോർ വർക്കൗട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നിന്ന്. അപ്പോൾ കുറച്ച് ഫ്ലോർ വർക്കൗട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ അത് പറ്റുന്ന പോലെ എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഓൾറെഡി വർക്കൗട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ, ഓരോ ദിവസം തോറും നമ്മൾ സമയം കൂട്ടി ചെയ്ത് കൊണ്ടുവരണം. എപ്പോഴും, അതായത് സ്റ്റാർട്ടിങ്ങിൽ ഒരു 20 മിനിറ്റാണ് നിങ്ങൾ ചെയ്തെങ്കിൽ അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോകരുത്. നമ്മൾ വർക്കൗട്ടിൽ സമയം കൂട്ടി കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ചെയ്യണതിൻ്റെ എണ്ണവും കൂട്ടിക്കൊണ്ടുവരാം. അപ്പോൾ അതോടൊപ്പം, അതായത് കഴിഞ്ഞ വർക്കൗട്ട് വീഡിയോസിൽ നമ്മൾ പറഞ്ഞിരുന്നു ആദ്യം നമ്മൾ വാമപ്പ് ചെയ്യണം, ശേഷം വർക്കൗട്ട് ചെയ്യണം എന്നൊക്കെ. ഏറ്റവും ലാസ്റ്റ് സ്ട്രെച്ചിങ് കൂടി ചെയ്തിട്ട് വേണം നമ്മുടെ വർക്കൗട്ട് അവസാനിപ്പിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ നോക്കി വർക്കൗട്ട് ചെയ്യുന്നവർക്കറിയാം, അതിൽ ഉൾപ്പെടുത്താത്ത കുറച്ച് ഫ്ലോർ വർക്കൗട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നിങ്ങളത് ചെയ്യണതിൻ്റെ കൂടെ കുറച്ച് ഫ്ലോർ വർക്കൗട്ടുകളും ഉൾപ്പെടുത്തി വരും ദിവസങ്ങളിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് കൂടുതൽ എണ്ണം ചെയ്യാൻ പറ്റില്ല. ഒരു 5 എണ്ണമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതൊരു 20 എണ്ണത്തിലേക്കൊക്കെ പയ്യെ കൊണ്ടുവരാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും വർക്കൗട്ട് ചെയ്യുമ്പോൾ ആദ്യം വാമപ്പ് ചെയ്തതിന് ശേഷം വർക്കൗട്ട് ചെയ്യാം. തുടക്കക്കാർ വളരെ കുറച്ച് എണ്ണം മാത്രം ചെയ്യാം. ഫസ്റ്റ് നമ്മളുടെ ഫ്ലോർ വർക്കൗട്ട് ഇതാണ്. ഈ ഒരു പൊസിഷനിൽ നമ്മൾ കിടന്നിട്ട് കാലിന് ബലം കൊടുത്തിട്ടാണ് നമ്മളുടെ ബോഡി ഫുള്ള് മേളിലേക്ക് ഇതാക്കുന്നത്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യാം. ഇതൊരു തുടക്കക്കാരാണെങ്കിൽ ഒരു 5 എണ്ണമൊക്കെ വെച്ച് തുടങ്ങാം. അതല്ല, ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു 10 എണ്ണത്തിൽ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ കൂട്ടി കൊണ്ടുവരാം. 10 എണ്ണത്തിൻ്റെ 2 സെറ്റൊക്കെ ചെയ്യാനായിട്ട് നോക്കാം. ഒരു സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുത്തതിന് ശേഷം അടുത്തത് ചെയ്താൽ മതിയാവും. അപ്പോൾ അത് ആ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു പൊസിഷനിൽ കിടന്നിട്ട് നമ്മുടെ കാലിന് ബലം കൊടുത്താണ് നമ്മുടെ ഫുൾ ബോഡി നമ്മൾ മേളിലേക്ക് ഉയർത്തുന്നത്. നമ്മളുടെ വയറൊക്കെ നല്ലോണം ടൈറ്റ് ആവുകയും കാലിൻ്റെ വണ്ണവും വയറിൻ്റെ വണ്ണമൊക്കെ കുറയാനായിട്ട് സഹായിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ നോക്കി കണ്ട് മനസ്സിലാക്കിയ ശേഷം ഇതേ രീതികളിൽ വർക്കൗട്ട് ചെയ്യാം. വളരെ പതുക്കെ മാത്രമാണ് ഇങ്ങനെയുള്ള എക്സസൈസുകൾ ചെയ്യാൻ പാടുള്ളൂ. സമയം എടുത്ത് ചെയ്യാം. ആരും ധൃതി കൂട്ടേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ഒരു എക്സസൈസ് ഇതാണ്. നമ്മൾ അതേ പൊസിഷനിൽ തന്നെ നിന്നുകൊണ്ട് 2 കാലുകളും നെഞ്ചത്തേക്ക് കൊണ്ടുവരുന്നു, നേരെ മുകളിലേക്കും കൊണ്ടുപോകുന്നു. ഇതും ഒരു 10 എണ്ണത്തിൻ്റെ 2 സെറ്റ് ചെയ്യാൻ നോക്കുക. ഒട്ടും പറ്റാത്തവരാണെങ്കിൽ 5 എണ്ണത്തിൻ്റെ ചെയ്യാം. പയ്യെ നിങ്ങളിത് എണ്ണം കൂട്ടിക്കൊണ്ടുവരണം. നമ്മൾ ഇങ്ങനെയുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ വളരെ പതുക്കെ ഹോൾഡ് ചെയ്ത് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ സ്പീഡിൽ വേഗം ചെയ്ത് തീർത്തിട്ട് എഴുന്നേറ്റ് പോകരുത്. നമ്മൾ കുറച്ച് നേരം അതൊന്ന് ഹോൾഡ് ചെയ്ത് റിലീസ് ചെയ്ത് വിടാവുന്ന രീതിയിൽ എക്സസൈസ് ചെയ്യാം. തേർഡ് വൺ ഇതാണ്. സെയിം പൊസിഷനിൽ തന്നെ 2 കാലുകളും മാറിയാണ് ചെയ്യുന്നത്. വീഡിയോ ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾ എക്സസൈസ് ചെയ്താൽ മതിയാവും. വയറൊക്കെ എല്ലാവർക്കും ടൈറ്റ് ആവും ഇങ്ങനെ ഒരു എക്സസൈസൊക്കെ ചെയ്ത് വരുമ്പോൾ. അത് നിങ്ങൾ കാര്യമാക്കണ്ട, ചെയ്ത് ശരിയായിക്കോളും. ഫോർത്ത് വൺ അതേ പൊസിഷനിൽ തന്നെയാണ് നമ്മളിപ്പോഴും കിടക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ സൈക്ലിങ് ചെയ്യുന്ന പോലെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യാം. വളരെ പതുക്കെ ചെയ്യാം. നമ്മുടെ വയറ് കുറയാനൊക്കെ വളരെ ഹെൽപ്പായിട്ടുള്ള എക്സസൈസുകളാണ് ഇതെല്ലാം. നെക്സ്റ്റ് വൺ, നമ്മളുടെ പൊസിഷൻ മാറി നമ്മളൊന്ന് സൈഡ് ചരിഞ്ഞ് കിടന്നിട്ടാണ് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത്. ഇതിനകത്ത് വേറെ ഒന്നും നമുക്ക് മനസ്സിലാക്കാനില്ല. നമ്മൾ ചരിഞ്ഞ് കിടന്നുകൊണ്ട് നമ്മുടെ കാലുകളിൽ മേളിലേക്ക് ഉയർത്തുന്നു, താഴത്തേക്ക് കൊണ്ടുവരുന്നു. ഇത് തന്നെ ഇപ്പോൾ ഈ ഒരു കാല് നമ്മൾ 10 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് സൈഡും നമ്മൾ ചരിഞ്ഞ് കിടന്നതിന് ശേഷം ഒരു 10 എണ്ണം അതേ കാലം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു കാലം എത്ര എണ്ണം ചെയ്യുന്നു അത്ര എണ്ണം തന്നെ മറ്റേ കാലം ചെയ്യണം കേട്ടോ. നമ്മുടെ കാലിൻ്റെ വണ്ണമൊക്കെ കുറയാനായിട്ട് വളരെ ഉപകാരമായിട്ടുള്ള എക്സസൈസാണ് ഇതൊക്കെ. നെക്സ്റ്റ് വൺ,
ഇപ്പോഴും നമ്മളുടെ പൊസിഷൻ മാറി നമ്മുടെ 2 കൈമുട്ടുകളിൽ ഹോൾഡ് ചെയ്ത് നിന്നിട്ട് ഈ 2 കാലുകൾ മാറി മാറി നമ്മൾ കിക്ക് ചെയ്യാണ്. വീഡിയോ ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾ എക്സസൈസ് ചെയ്യുക. ഇതും ഒരു 20 എണ്ണം ചെയ്യാനായിട്ട് നോക്കാം. നെക്സ്റ്റ് വൺ ഇതാണ്. നമ്മൾ സൈക്ലിങ് ചെയ്ത അതേ രീതിയിൽ തന്നെ, എന്നാൽ അതിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട്. 2 കാലുകളും മാറി മാറി ഫുള്ളായിട്ട് നമ്മൾ ഇതായിട്ട് റൗണ്ട് ചെയ്യുന്നില്ല. മാറി മാറിയാണ് നമ്മൾ നെഞ്ചിൻ്റെ നേരെ കൊണ്ടുവരുന്നത്. ഇതൊരു 20 എണ്ണം ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ നമ്മൾ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് നമ്മുടെ അപ്പർ ബോഡി ഒന്ന് പയ്യെ പൊക്കിയിട്ടാണ് നമ്മുടെ കാലിൻ്റെ പാദത്തിൻ്റെ സൈഡിൽ ടച്ച് ചെയ്യാനായിട്ട് നോക്കുന്നത്. ഇതും ഒരു 20 എണ്ണം ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. വയറ് നല്ല ടൈറ്റാവും ഇത് ചെയ്ത് വരുമ്പോൾ. ആരും കാര്യമാക്കണ്ട, നമ്മുടെ വയറ് കുറയാൻ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒരു പൊസിഷൻ നിൽക്കുക. ആദ്യം നമ്മൾ 2 കൈയും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ശേഷം ഒരു കൈ നമ്മൾ റിലീസ് ചെയ്തു. ഒരു കൈയിൽ മാത്രമാണ് നമ്മുടെ ഫുൾ ബോഡി ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. കുറച്ച് നേരം നമ്മൾ ആ പൊസിഷൻ തന്നെ ഹോൾഡ് ചെയ്യുക. അതിന് ശേഷം വീണ്ടും ഒന്ന് നമ്മൾ ഇതാക്കിയതിന് ശേഷം വീണ്ടും കുറച്ച് നേരം ഹോൾഡ് ചെയ്ത്. അപ്പോൾ നമ്മുടെ വർക്കൗട്ട് വീഡിയോ എല്ലാവരും കണ്ടില്ലേ? എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കണം. ആദ്യമൊന്നും എനിക്കും ഇതൊന്നും ചെയ്യാനായിട്ട് ഒട്ടും തന്നെ പറ്റിയിരുന്നില്ല. നമ്മൾ ചെയ്താണ് നമ്മൾ ഓക്കെ ആവുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇത് കാണുമ്പോൾ ആർക്കും അയ്യോ ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊരു ചിന്താഗതിയൊന്നും വേണ്ട. ചെയ്യാൻ പറ്റും. കാരണം എനിക്കും പറ്റിയതാണ്. ഞാനും ആദ്യമൊന്നും പറ്റാഞ്ഞിട്ട് ഇപ്പോൾ എനിക്കിതെല്ലാം ഓക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും പറ്റും. നമ്മൾ എക്സസൈസിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി വരുമ്പോഴാണ് നമുക്ക് വീണ്ടും റിസൾട്ട് നല്ല രീതിക്ക് പോകുള്ളൂ. ഒരേ സെയിം തന്നെ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നാലും എപ്പോഴും നമ്മൾ ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നാലും റിസൾട്ടും നമ്മളുടെ ഒന്ന് സ്ലോ ആവും. അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ ചെയ്യണ കാര്യങ്ങളിലൊക്കെ നമ്മളുടെ എന്താ പറയുക എണ്ണം കൂട്ടിയും സമയം കൂട്ടിയും കുറച്ച് വെറൈറ്റി എക്സസൈസൊക്കെ ഉൾപ്പെടുത്തി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകാം. നല്ല രീതിയിൽ ഡയറ്റ് നോക്കുക, വർക്കൗട്ട് ചെയ്യാം. നിങ്ങൾക്കും റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.